സർ, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം? എന്തു പ്രയോജനം? എന്തു പ്രയോജനം? കെടാത്ത തീയും ചാകാത്ത പുഴുവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്ന. ഓർമ്മയില്ലേ അന്ന് സഭയിൽ സുവിശേഷം പറഞ്ഞു VS-ന്റെ ശാപഗ്രസ്ത വാക്കുകൾ? കരിങ്കോഴക്കൽ മാണിയല്ലവൻ കോഴമാണി, നാടിന്റെ ചരിത്രത്തിലാദ്യമായി ബജറ്റ് വിറ്റ് കാശുണ്ടാക്കിയ കഴുത്തറപ്പൻ കള്ളൻ എന്നൊക്കെ കവലകൾ തോറും പെരുകിയ പോസ്റ്ററുകൾ. ആ മാണിയുടെ തൊലിക്കെട്ട് കണ്ട് നാണിച്ച് മൃഗശാലയിലെ കാണ്ടാമൃഗം, ആഹാരമെടുക്കാതെ അവശനാണെന്ന പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസം, കാശില്ലാത്ത മാണി കാഷിക്കബുവിന്റെ 500 രൂപ, സഭയിലെ ആഭാസങ്ങൾ, ഒരു നാടിന് തീപിടിച്ച ബാർക്കോഴ സമരകാലമാണ്. അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ, അകാലത്തിൽ ചത്ത രാഷ്ട്രീയ സമരമേ അസാധുവായി, കോഴമാണി എന്ന് വിളിച്ച് അതേ നാക്കുകൊണ്ട് വിശുദ്ധമാണി എന്ന് വാഴ്ത്തി ബൂർഷാ പാർട്ടി KKG സെന്ററിലേക്ക് പരവതാനി വിരിച്ചതൊക്കെ ഇടതുപക്ഷ ധാർമ്മികത എന്ന വാക്ക് ഒരു പരമ കോമഡിയായ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ വയറ്റിപ്പിഴപ്പ്. അതും പ്രത്യയശാസ്ത്രം പറഞ്ഞ് ന്യായീകരിക്കുന്നത് കണ്ട് കാണ്ടാമൃഗം, കോടിയേരിയുടെ അതേ കാണ്ടാമൃഗം തൊലിക്കട്ടിയിൽ മത്സരിക്കാനില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി തൂങ്ങി മരിച്ചതും കണ്ടതാണ് കേരളം. ആ ബാർക്കോഴ അതിന്റെ പ്രേതമതിന്റെ രണ്ടാം വരവിൽ തിരിഞ്ഞുകൊത്തിയോ എന്ന സംശയം ഒരു മദ്യമുതലാളിയുടെ ശബ്ദരേഖയിൽ കറങ്ങലാണ് രാഷ്ട്രീയ ചർച്ച. ആ ഡ്രൈഡെ ഒഴിവാക്കി അന്നും കള്ളൊഴുക്കി കാശ് വാരണമെങ്കിൽ, കള്ളു വിൽക്കാനുള്ള സമയം നീട്ടിക്കിട്ടാൻ നയം മൈലെണ്ണയിട്ട് വഴക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്നാണ് കോടികളുടെ പിരിവിന് അബ്കാരി ഹൈറേഞ്ചിൽ ആഹ്വാനം. ആ കള്ളു മുതലാളി പറഞ്ഞ പിരിവുണ്ടോ എന്നും, അങ്ങനെ പിരിവുണ്ടെങ്കിൽ അഴിമതി കോടികൾ ആരുടെ അണ്ണാക്കിലേക്കാണെന്നൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണെങ്കിലും കണ്ണും പൂട്ടി പറയാവുന്നൊരു കാര്യം, മദ്യവർജനം കൊട്ടത്താപ്പിലടിക്കുന്ന ഇടത് സർക്കാർ നയം സത്യത്തിൽ കള്ളൊഴുക്കലാണ്. കുടിപ്പിച്ചു കിടത്തി മുടിഞ്ഞുകിടക്കുന്ന ഖജാന കൊഴിപ്പിക്കലാണ്. ആ പൂട്ടിയ ബാറുകൾ തുറന്ന് എണ്ണം കൂട്ടി വീര്യം കുറഞ്ഞ മദ്യവും ജവാന്റെ കയറ്റുമതിയും പോരാഞ്ഞ് കേരള ബ്രാൻഡ് ബ്രാൻഡി IT ബാർ അടക്കം പറയുന്നുണ്ട്. ഈ പറയുന്ന മദ്യവർജനം പച്ചക്കള്ളമാണ്, കാപട്യം. അല്ലെങ്കിലും മദ്യത്തിൽ കുളിച്ചു കൂത്താടി, കഞ്ചാവിൽ മാരക മയക്കുമരുന്നുകളിൽ ബോധം കെട്ട് പരസ്പരം വെട്ടിക്കേറുന്ന ഗുണ്ടാവാഴ്ചയുടെ നാട്ടിൽ എന്തിനാണ് സാർ പേരൊരു ഡ്രൈഡേ? അന്നും തുറക്കണം. മനുഷ്യൻ കുടിച്ചു മുടിഞ്ഞ് അതപ്പതിച്ചാലും പൂച്ചപറ്റ ഖജനാവങ്ങ് ഗുണം പിടിക്കട്ടെ. ആ വോയിസ് ക്ലിപ്പിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇടതുവിരുദ്ധ പ്രജാലവേല എന്ന ക്ലീഷയിൽ അന്ന് സോണ്ടയ്ക്ക് വേണ്ടി വാദിച്ച അതേ ഊറ്റത്തിൽ അവതരിക്കട്ടെ എക്സൈസ് മന്ത്രി. ഇടം വലം നിരക്കട്ടെ PR അടിമക്കൂട്ടം, വിയോജിപ്പിന് ചാപ്പയടി കെട്ടട്ടെ കൂലിക്കൊരു ക്യാപ്സ്യൂൾ കോട്ട, കുടിപ്പിച്ചു കൂമ്പുവാട്ടിയ നാശപ്പണത്തിൽ ഉദ്ധരിക്കണം സഖാവേ നമുക്കൊരു നവകേരളം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ VP മുസ്തഫ, ശ്രീ അബിൻ വർക്കി, ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ചർച്ചയിൽ ചേരുകയാണ്. ഞാൻ ശ്രീ അബിൻ വർക്കിയിലേക്ക് പോകുന്നു. അബിൻ, KC വേണുഗോപാലിന്റെ നേരത്തെ പ്രതികരണം കണ്ടു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്നാണ് ആ പ്രതികരണം. അതിൽ നിന്ന് കുറച്ചുകൂടി വിശദമായി പറയുകയാണ്, എക്സൈസ് മന്ത്രിക്ക് ഇതിൽ ഒഴിഞ്ഞു മാറാനാവില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടക്കില്ല, ഇത്തരമൊരു കേസിന്റെ പേരിലാണ് KM മാണിയെ നീചമായി CPM വേട്ടയാടിയത് എന്ന് പറഞ്ഞ് എന്താണ് എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് നിങ്ങളുടെ ആവശ്യം കുറച്ചുകൂടി കൊഴിപ്പിക്കുന്നു എക്സൈസ് KC വേണുഗോപാൽ. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. തുടർഭരണം CPM-നെ മുഖ്യമന്ത്രിയെ അഹങ്കാരിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഒരു വോയിസ് ക്ലിപ്പാണ്, ഒരേ ഒരു വോയിസ് ക്ലിപ്പാണ്, വാലും തുമ്പും ഏതെന്നറിയാത്ത ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പിന്റെ പേരിൽ അങ്ങനെ അങ്ങ് കടന്നാക്രമിക്കാൻ സമയമാകുന്നുണ്ടോ? അതിന് ഡീറ്റെയിൽസ് വരണ്ടേ അബിൻ വർക്കി? അഷ്മി, ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് നടത്തിയിട്ടില്ല എന്ന് ആ വോയിസ് പറഞ്ഞ ശ്രീ അനിമോനും പറഞ്ഞിട്ടില്ല. ഈ വോയിസ് തന്റെ സംഘടനയ്ക്ക് ബദലായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഈ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സുനിലും പറഞ്ഞിട്ടില്ല. അതായത് ആ വോയിസ് ക്ലിപ്പ് വ്യാജമല്ല, ഒറിജിനലാണ് എന്നുള്ളത് പറഞ്ഞയാൾ സമ്മതിച്ചു, അതിന്റെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കൊരു തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, ആ വോയിസ് ക്ലിപ്പിൽ എന്താ പറയുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും കേട്ടു. ഒന്ന്, ആ 2.5 ലക്ഷം രൂപ വീതം വെച്ച് കേരളത്തിലെ ബാറുകാർ എല്ലാവരും കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ 1-ാം തീയതി ഡ്രൈ ഡേ മാറ്റുക, അതുപോലെ തന്നെ 12 മണി വരെ സമയം നീട്ടിക്കൊടുക്കുക, പുതിയ മദ്യനയം വരാൻ പോവുകയാണ്. ഈ പണം കൊടുത്താൽ മാത്രമേ അവർ നമ്മെ സഹായിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 1/3 ആളുകൾ തന്നു കഴിഞ്ഞു. 1/3 ആളുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇന്ന് കേരളത്തിൽ ബാറുകൾ 800 ആണ്. ഇപ്പൊ ഏതാണ്ട് 250-ന് മുകളിൽ ആളുകൾ, 300ഓളം ബാറുകാർ 2.5 ലക്ഷം രൂപ വീതം വെച്ച് പിരിച്ച് ഏതാണ്ട് ഒരു 8 കോടി രൂപ 9 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള പണം കൂടി കൊടുക്കണം. അതായത് ഏതാണ്ട് ഒരു 20 കോടി രൂപ കൊടുത്താൽ മാത്രമേ ഈ പുതിയ മദ്യനയത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ വോയിസ് ക്ലിപ്പ് പറഞ്ഞ ഇടുക്കി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ നിരവധി ബാറുകളുടെ ഉടമയായ തൊടുപുഴ സ്വദേശിയായ അനുമോൻ പറയുന്നത്. അപ്പൊ അത് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ? അത് മാത്രമല്ല, ഇപ്പോ
ഇതിന്റെ അത് അസോസിയേഷൻ വ്യാജമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അത് ഞങ്ങൾ ഈ കാര്യം വ്യാജമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആലോചിക്കാനല്ല. അല്ല, അത് വ്യാജമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അനിമോൻ ആ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആണ്. കാര്യമൊക്കെ ശരി എന്ന് പറയുമ്പോൾ പോലും ആകെ ഒരു എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ഇപ്പോ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഞാൻ അങ്ങനെ പിരിവിന് പറഞ്ഞിട്ടില്ല, മാത്രമല്ല അങ്ങനെ ഒരു പിരിവ് ആലോചനയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആസ്ഥാന മന്ദിരം പണിയാനാണ്. എല്ലാവരും ഇപ്പോൾ എന്താണ് അതേ വോയിസ് ക്ലിപ്പിൽ തന്നെ പറഞ്ഞാൽ 2 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ ആ പണം കൊടുത്തിട്ടില്ല. എക്സൈസ് മന്ത്രി പറയുന്നു അങ്ങനെ പിരിച്ചെങ്കിൽ ഞാൻ അന്വേഷിക്കാൻ DGPയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആർക്കും കൈയൊഴിയാവുന്ന ഒരൊറ്റ വോയിസ് ക്ലിപ്പാണത്. അബിൻ വർക്കി അല്ല, അതിനകത്ത് ഈ അജണ്ട ബിൽഡിംഗ് മേടിക്കുന്നതിനെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നലത്തെ ബാർ അസോസിയേഷൻ മീറ്റിംഗിന്റെ അജണ്ട പുറത്തു വന്നു. അജണ്ടയിൽ എന്താ ഉള്ളത്? ഒന്ന്, മദ്യനയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അജണ്ട. അതിലെ 3 അക്ക അജണ്ടയിൽ ഒരിടത്ത് പോലും ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞതായി നമ്മൾ കണ്ടില്ല. ഈ പുറത്തു വന്ന അജണ്ട പ്രകാരം നമ്മളാരും കണ്ടില്ല. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. കൊച്ചിയിലെ റിനൈസൻസ് ഹോട്ടലിൽ വെച്ച് ഈ മീറ്റിംഗ് കൂടുകയും മീറ്റിംഗിൽ തീരുമാനമെടുക്കുകയും ആ തീരുമാനമെടുത്തതിൽ നിന്ന് തീരുമാനത്തിന്റെ വിവരം സ്വന്തം ജില്ലയിലെ ബാർ അംഗങ്ങളോട് പറയുകയും ചെയ്ത വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. ഇത് സത്യത്തിൽ സംഭവിച്ചത് എന്താ ഹാഷ്മി? സത്യത്തിൽ ഇവരിത് പിരിക്കാൻ തീരുമാനിച്ച് ഈ 1/3 ആളുകൾ ഇത് പിരിച്ചു കൊടുത്തു. ഏതാണ്ട് ഒരു 8-9 കോടി രൂപ പിരിച്ചു. ബാക്കിയുള്ളവർ കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പിരിച്ചു കൊടുത്തവരെല്ലാവരും കൂടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒച്ചപ്പാടുണ്ടാക്കി. ഞങ്ങൾ പിരിച്ചു തന്നു, കുറെ പേര് പിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു, എല്ലാവരോടും പിരിക്കാൻ പറയാൻ തീരുമാനിച്ചു. ആ പിരിവിന്റെ വിവരം കൃത്യമായ നിർദ്ദേശപ്രകാരം അനിമോൻ എന്ന് പറയുന്ന ഇതിന്റെ ഭാരവാഹി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ് ആ കണ്ടത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വിവരം പുറത്തു വന്നത്. ശ്രീ ഹാഷ്മി, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് 2016 UDF സർക്കാർ ഇറങ്ങുമ്പോൾ കേരളത്തിലുള്ള ബാറുകളുടെ എണ്ണം 29 നിങ്ങൾക്കറിയോ? കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ ബാറുകളുടെ എണ്ണത്തിലുണ്ടായ വർധന 2662%. 2662%. 29 നിന്ന് ഇന്ന് ഫങ്ഷണലായ ബാറുകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 801. ഇന്ന് കേരളത്തിലുള്ള മദ്യശാലകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 1079 ബീവറേജ് ഔട്ട്ലെറ്റും കൂടി. അതായത് 2016 കേവലം 29 എണ്ണം ഉള്ളിടത്ത് നിന്ന് 801 ആ 801 തന്നെ 1-ാം തീയതി ഇനി ഡ്രൈ ഡേ ഇല്ല. രാത്രി 12 മണി വരെ ബാറുകൾ തുറന്നു വെക്കാൻ പോകുന്നു. നാട്ടിൽ കള്ളുണ്ടാക്കാൻ പോകുന്നു. ബിയർ മുഴുവൻ വീടാന്തരം ഉണ്ടാക്കാൻ പോകുന്നു. ഈ നാട്ടിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു തൊടുന്യായം വെച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കുറച്ച് വേറെ ലഹരി കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ സർക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ വലിയ മദ്യക്കെണിയിലേക്ക് വീഴ്ത്തുമ്പോ പുതിയ മദ്യനയം ഉണ്ടാക്കുന്നതിന് ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടാനുകോടി രൂപ കോഴ മേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങിയതാണോ? 2016 മേടിച്ചു, 2021 മേടിച്ചു. ഇത് അടുത്ത മദ്യനയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിക്ക്. ഇപ്പൊ UDF സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ. UDF സർക്കാരിന്റെ കാലത്തിൽ ബാർക്കോഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 374 ബാറുകൾ പൂട്ടി 29 ആക്കി ചുരുക്കി. ഞങ്ങൾ ബാർ പൂട്ടാനാണോ ഇവിടെ പണം മേടിച്ചു എന്ന് ഇവർ ആരോപിച്ചത്? ഞാനിപ്പോ ശ്രീ KM മാണി സാറിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ വീണ്ടും സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബാർമാണി, കോഴമാണി, കുട്ടിയമ്മ ചേച്ചിയുടെ നോട്ടെണ്ണുന്ന മെഷീൻ, കരിങ്കോഴക്കലിലെ കോഴ, വലിയ നരകത്തിലേക്ക് പോകുന്ന VSന്റെ പ്രസംഗം എവിടെ പോയി ഇടതുപക്ഷക്കാരാ? ആ പ്രസംഗമൊക്കെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിൽ തങ്കിൽ കൈവച്ച് പറയാമോ? KM മാണി സാർ അഴിമതിക്കാരനായിരുന്നോ? ഇനി ഈ ബാർക്കോഴ പറഞ്ഞാൽ KM മാണി സാർ അഴിമതിക്കാരനായിരുന്നോ? ഇത് വളരെ വ്യക്തമാണ്. ഇത് MB രാജേഷും പിണറായി വിജയൻ അറിയാതെ ഒരു മദ്യനയം കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കും? ഇത് MB രാജേഷും പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് 20 കോടി രൂപ കോഴ മേടിച്ച് കേരളത്തിൽ പുതിയ മദ്യനയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോഴ പദ്ധതിയാണ് ഇത്. മദ്യനയ കോഴയാണ്, അഴിമതിയാണ്. ശരി, ശ്രീ മുസ്തഫ, ഡോക്ടർ VP മുസ്തഫ, ഇവിടെ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒരു ട്രോള് കാണുക എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി, ഒരു കാർട്ടൂൺ പോലെയാണ്. ജോസ് കെ മാണി പിണറായി വിജയൻ ഈ നോട്ടെണ്ണൽ യന്ത്രം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ജോസ് കെ മാണി പറയുന്നത് ഇന്നലെ അപ്പൻ സ്വപ്നത്തിൽ വന്ന് ഈ യന്ത്രം അങ്ങേക്ക് തരാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതാണ്. തമാശയാണ്, ഒരു ട്രോളാണ്, പല രാഷ്ട്രീയ ട്രോളുകളൊന്ന്. ശ്രീ VP മുസ്തഫ, അന്ന് ഓർമ്മയില്ലേ ബാർക്കോഴയിൽ ഏത് രീതിയിലാണ് അന്ന് KM മാണിയെ കോഴമാണി വിളിക്കാവുന്ന എന്നാണ് അബിൻ വർക്കി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, പണം കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. നോട്ടെണ്ണൽ യന്ത്രം ബജറ്റ് വിറ്റ് കാശുണ്ടാക്കിയ നരാധമൻ എന്താണ് തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം മാണിയുടെ തൊലിക്കെട്ടി കണ്ട് 2 ദിവസം ഭക്ഷണം കഴിക്കാതെ അവശ നിലയിലായി എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പരിഹാസം. എന്തൊക്കെ കണ്ടു. തിരിഞ്ഞു കുത്തുന്നോ സാർ ആ ബാർക്കോഴ കാലം? മുസ്തഫ സാർ, ഒരു തിരിഞ്ഞുകുത്തലും ഇല്ല.
8 വർഷം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വമ്പിച്ച ജനപിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ 8ാം വാർഷികത്തിലേക്ക്, 2ാം സർക്കാരിന്റെ 3ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രതിച്ഛായയും അതിന്റെ മേന്മയും തകർക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോമ്പ് നോറ്റിരുന്നവർ ഇതാ ഒരു ശബ്ദരേഖയുമായി വന്നിരിക്കുകയാണ്. ഉദ്ധരിക്കണം പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ശബ്ദരേഖയുമായിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരെ വന്നത്. എന്തെല്ലാം ആക്രോശങ്ങൾ, ഏതെല്ലാം നിലവിളികൾ, ആരെല്ലാം വന്നു ചർച്ചകൾ നടത്തി, എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തി. ശബ്ദരേഖയുടെ ഉടമസ്ഥൻ നേരിട്ട് വന്നു ചാനൽ ഫ്ലോറുകളിൽ പറഞ്ഞു, ഞാനിതാ നേരിട്ട് കൊടുത്തതാണെന്ന്. പോലീസിൽ പരാതി കൊടുത്തു, അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ പരാതിക്കാരൻ ജയിലിലായി. ഇതാണ് ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ നോക്കണം, ഈ സർക്കാരിന്റെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ മാസപ്പടി, അങ്ങനെ ഒരു വിവാദവും ഉണ്ടാക്കിയെടുത്തു. എന്തെല്ലാം വലിയ അവകാശവാദങ്ങൾ, ഏതെല്ലാം വലിയ തള്ളലുകൾ. വില്ലാളി വീരനായ അഭിഭാഷക പ്രമുഖൻ രംഗത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, പൂട്ടും, മുഖ്യമന്ത്രിയെ പൂട്ടും, മുഖ്യമന്ത്രിയുടെ മകളെ പൂട്ടും. അങ്ങനെ പോയി അന്വേഷണം വിജിലൻസ് കോടതിയിൽ ആഴ്ചകൾ, മാസങ്ങളെടുത്തു. വാദങ്ങൾ നടത്തി, തെളിവുകൾ നിരത്താൻ പറഞ്ഞു, നിരത്തി. കോടതി പറയുന്നു ശുഭം. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നടക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഒരു ആധികാരികതയും വേണ്ട, ഒരു വസ്തുതയും വേണ്ട. ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇങ്ങനെ ഇറങ്ങും സഖാക്കളെ. അതുകൊണ്ട് കാവലായി ജാഗ്രതയോടെ നമ്മൾ ഇരിക്കണം. ഈ വേട്ടപ്പട്ടികൾ ഇടതുപക്ഷത്തെ, ഈ ഗവൺമെന്റിനെതിരെ വേട്ടയാടുന്നതിനെതിരെ. നിങ്ങൾ നോക്ക്, ആദ്യം നിങ്ങൾ നടത്തിയ ഇൻട്രോ പോട്ടെ, അബിൻ വർക്കിയുടെ പറഞ്ഞു നിൽക്കട്ടെ, എന്തൊരു വിധി പ്രഖ്യാപനമായിരുന്നു ഹാഷ്മി നിങ്ങൾ നടത്തിയത്. എന്തായിരുന്നു? എങ്ങനെ അങ്ങനെ നടത്താൻ കഴിയുന്നു? എന്തായിരുന്നു നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന ചില കേസുകളിൽ കിടക്കുന്ന അവസ്ഥ ഇതാ. ഒരു ശബ്ദരേഖ പിടിച്ചിട്ട് ആഴ്ചകൾ നിങ്ങൾ നടത്തിയില്ലേ? വീണ ജോർജിന്റെ ഓഫീസിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ, അഴിമതിക്കാരാണ്, പണം വാങ്ങിച്ച് നിയമിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായി ആ കേസ്? മാസപ്പടി കേസ്. മാത്യു കുഴൽനാടന് നിങ്ങളുടെ ഫ്ലോറിൽ എത്രമാത്രം അവസരങ്ങൾ നിങ്ങൾ കൊടുത്തു. അങ്ങേര് പറയുന്നത് വിധിയാണ്, ജഡ്ജ്മെന്റ് ആണ് എന്ന മട്ടിലല്ലേ നിങ്ങൾ ഉൾപ്പെടെ അവസരങ്ങൾ കൊടുത്തത്. എന്നിട്ട് എവിടെ പോയി? അതെല്ലാം വെച്ചിട്ട് ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള വീരവാദങ്ങൾ മുഴക്കിയിട്ടുണ്ട് ഈ സർക്കാരിനെതിരെയും ഞങ്ങൾ സഖാക്കൾക്കെതിരെയും. ഞങ്ങളാകെ അഴിമതിക്കാരാണ്, ഞങ്ങളാകെ തെറ്റുകാരാണ്, ചർച്ച കൊണ്ടുപോകണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. മാസപ്പടിയിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകുന്ന സമയമില്ല. പക്ഷെ അപ്പോഴും ഹാഷ്മി പറയാറുണ്ടല്ലോ, ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഈ കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ 1.25 കോടി ചെയ്യാത്ത പണിക്ക് വാങ്ങിയത് എന്തിനാണ് എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ ചെയ്യാത്ത പണിക്ക് 1.25 കോടി രൂപ എന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് മുസ്തഫയ്ക്ക് മറുപടിയില്ല. ആർക്കും മറുപടി ഉണ്ടോ? മാസപ്പടിയിലേക്ക് ചർച്ച കൊണ്ടുപോകണ്ട എങ്കിലും എല്ലാവർക്കും മറുപടിയുണ്ട്. എന്താണ് മറുപടിയില്ലാത്തത് മുൻ SFI-കാരൻ ഹാഷ്മിക്ക് മാത്രം. കാരണം ഇങ്ങനെ വീണ് കിടന്ന് ചാണകത്തിൽ മെരുകയാണ്. അതുകൊണ്ട് മറുപടിയില്ല എന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. പോട്ടെ, അത് അവിടെ നിർത്താം. ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. സാർ, അങ്ങനെ പ്രൊവോക്ഡ് ആവേണ്ട കാര്യമില്ല. എനിക്ക് മറുപടി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറുപടി പറയാം. പിന്നെ ആ ചോദ്യം മിണ്ടില്ല. എന്തിനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കർത്തായുടെ ഒന്നും ചെയ്യാത്ത പണിക്ക് 1.25 കോടി രൂപ എന്തിനു വാങ്ങി എന്നൊറ്റ വാക്കി പറഞ്ഞ എന്റെ വാ അടച്ചു. താങ്കൾ ഈ പറയുന്ന മുൻ SFI-കാരനെന്നോ അല്ലെങ്കിൽ അങ്ങ് ആദ്യം പറഞ്ഞ പോലെ പട്ടികളെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. കൃത്യം മറുപടി പറഞ്ഞ് തീർന്നു, ചർച്ച തീർന്നു. പിന്നെ ഒരു കേസും ഇല്ല. അവിടെ കർണാടക ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയാൻ പോയതില്ല. കോടികൾ വിലയുള്ള ദത്താർ വക്കീലിനെ ഇറക്കിയതിനെ ചോദ്യമില്ല. ഒരു കേസും ഇല്ല. ഒരൊറ്റ ചോദ്യം ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത പണിക്ക് കരിമണൽ കർത്തായിൽ 1.25 കോടി രൂപ വാങ്ങിയത്? മാസപ്പടി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയേ ഇല്ല. ആരുണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റിൽ മാസപ്പടി എന്ന് പ്രയോഗമുണ്ടോ? ഏതെങ്കിലും നീതിപീഠം അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കുറച്ചുപേർ മാധ്യമങ്ങൾ കൂടി ഉണ്ടാക്കിയത്. അവിടെ മാസപ്പടി എന്ന് പറയുന്ന കേസേ ഇല്ല. കേസില്ലാത്തതിൽ പിന്നെ എന്തിന് നിങ്ങൾ ചോദിക്കുന്നു? 1.25 കോടി രൂപ വാങ്ങിച്ചോ? അത് ത്രൂ അക്കൗണ്ട് ആണ്. ഹാഷ്മിക്ക് ബോധ്യപ്പെടുന്ന ഉത്തരം കിട്ടാത്തത് കൊണ്ട് സാർ, എനിക്ക് ബോധ്യപ്പെടേണ്ട, അങ്ങേക്ക് ബോധ്യപ്പെടുന്ന മതി. ഹാഷ്മിക്ക് സാർ, എനിക്ക് ബോധ്യപ്പെടേണ്ട, അങ്ങേക്ക് ബോധ്യപ്പെടുന്ന ഉത്തരവുണ്ടോ? കേരളത്തിന്റെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ, കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ ഒരു തീരങ്ങളെ കവർന്നു തിന്നുന്ന, തീരങ്ങളെ വിറ്റ് തിന്നുന്ന, തീരദേശവാസികളെ വേദനിപ്പിക്കുന്ന എന്ന ദുഷ്പേരുള്ള ഒരു മുതലാളിയിൽ നിന്ന് 1.25 കോടി രൂപ ചെയ്യാത്ത പണിക്ക് എന്തിനു വാങ്ങി എന്ന് അങ്ങയുടെ മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന ഉത്തരവുണ്ടോ? മുസ്തഫ, എന്നെ ബോധിപ്പിക്കുക, ഞാൻ വിട്ടേക്ക്, നമ്മൾ പാവം. കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്.
അവർ ചെയ്ത സേവനത്തിനാണ് പ്രതിഫലം വാങ്ങിച്ചത്. അത് നിയമപരമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് പോയത്. ഏതെങ്കിലും കിക്ക് ബാക്കിന്റെ രൂപത്തിൽ, മാസപ്പടിയുടെ രൂപത്തിൽ അവിഹിതമായി പിറകിൽ നിന്ന് വാങ്ങിച്ചതല്ല. നിയമാനുസൃതമായി രണ്ട് സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിലൂടെ പോയതാണ്. ഒരാളും അങ്ങനെ മാസപ്പടി കൊടുക്കില്ലല്ലോ. ശരി സാർ, നമുക്കത് വിടാം. ആ സേവനം എന്താണെന്ന് ചോദ്യം അങ്ങേക്കും അറിയില്ല, തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ സേവനം എന്താണെന്ന് അങ്ങേക്കും അറിയില്ല, ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ ചോദിച്ചോണ്ട് അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പോട്ടെ, നമുക്കത് വിട്ട് ബാർക്കോഴയിലേക്ക് വരാം. എല്ലാവർക്കും അറിയാം. ശരി, നമുക്കത് വിട്ട് ബാർക്കോഴയിലേക്ക് വരാം. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം താങ്കൾ അങ്ങനെ വിധി അല്ല, ബാർക്കോഴയിലേക്കാണ് വരുന്നത്. പക്ഷേ താങ്കൾ വീണ്ടും വീണ്ടും ആർക്കും ഉത്തരവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, സമൂഹത്തിന് ബോധ്യപ്പെട്ടു. എന്താണ് ആ സേവനം? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഉത്തരം തന്നെയാണ് പറഞ്ഞത്. എന്താണ് ആ സേവനം? ഇനി ബാറിന്റെ വിഷയത്തിൽ എന്താ കാര്യം? ഇവിടെ ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ ബാറിനെ അല്ലെങ്കിൽ മദ്യമുതലാളിമാർക്ക് വേണ്ടി, നിങ്ങളിപ്പോ ചോദിച്ചല്ലോ, ഈ കൽക്കരി കരിമണൽ മുതലാളിക്ക് സേവനം ചെയ്തു കൊടുത്തു. അതുപോലെ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് ഹാഷ്മി, ഈ 8 വർഷത്തിനിടയിൽ ബാർ മുതലാളിമാർക്ക് ഗുണകരമായിട്ട് എന്താണ് ചെയ്തു കൊടുത്തത്? 2016 ഇടതുപക്ഷം വരുമ്പോൾ കേരളത്തിൽ ഒരു ബാർ തുടങ്ങണമെങ്കിൽ 23 ലക്ഷം രൂപയെ ലൈസൻസ് ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. 23 ലക്ഷം രൂപ. ഇപ്പൊ പറഞ്ഞല്ലോ അബിൻ വർക്കി ഒരുപാട് കണക്കുകൾ. ഞാൻ തിരിച്ചു പറയുക, അന്ന് 23 ലക്ഷം രൂപയെ വേണ്ട ഒരു ബാർ തുടക്കാൻ. ഇപ്പോഴോ 35 ലക്ഷം രൂപയാണ്. ഈ 8 വർഷം കൊണ്ട് ഒരു ബാർ തുടങ്ങാനുള്ള ലൈസൻസ് ഫീസിൽ മാത്രം 12 ലക്ഷം രൂപയുടെ വർധനവ്. ഈ പറയുന്ന MP രാജേഷ് മന്ത്രിയായതിനു ശേഷം ആണ് കഴിഞ്ഞ വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ചത്. അതിന് മാത്രം 5 ലക്ഷം രൂപയാണ് സമീപകാലത്ത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച. അതുകൊണ്ടാണോ അത്രയധികം ബാറുകൾ ആ ലൈസൻസ് ഫീസിൽ കൂടി പണം കിട്ടട്ടെ? അല്ല, കാര്യം ശരിയാണ്, നമ്മളെ കേന്ദ്രം വേട്ടയാടുന്നു, അതുകൊണ്ട് നമുക്ക് പണമില്ല, അതുകൊണ്ട് ഇഷ്ടംപോലെ ബാറുകൾ അങ്ങ് അനുവദിച്ച് ആ ലൈസൻസിൽ കൂടി പണം വരട്ടെ, ഖജനാവിൽ നിറയട്ടെ എന്ന സതുദ്ദേശമായിരുന്നോ ശ്രീ മുസ്തഫ? 35 ലക്ഷം രൂപയായിട്ട് ഓരോ വർഷവും കൊടുക്കണം. അവർ വർദ്ധിപ്പിച്ചു. ഇനി അങ്ങനെ ബാറുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുമ്പോൾ നോക്ക്, 2011 UDF ഗവൺമെന്റ് വന്നത്. അന്ന് 23 ബാറല്ല കേട്ടോ, അന്ന് 400ഓളം ബാറുണ്ട് ഈ കേരളത്തിൽ. 400ഓളം ബാർ 4 വർഷം പ്രവർത്തിച്ചു. 4 വർഷം 5 വർഷം 4ാമത്തെ വർഷം അവസാനമായപ്പോഴാണ് ആ വർഷത്തെ ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ UDF ഭരണത്തിന്റെ 1ാമത്തെ വർഷം തൊട്ട് നാട്ടിൽ മദ്യനിരോധനത്തിന് വേണ്ടി, മദ്യ ലഭ്യത കുറക്കുന്നതിന് വേണ്ടി ബാറുകൾ അടച്ചുപൂട്ടിയിരുന്നോ? 4 വർഷവും അവരുടെ ഭരണകാലത്ത് 400ഓളം ബാറുകൾ പ്രവർത്തിച്ച നാടാണ് കേരളം. ആ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 1710 കേസ് മദ്യമാണ് കേരളത്തിൽ വിറ്റത്. 5 വർഷം കൊണ്ട് നിങ്ങൾ ബാറിന്റെ എണ്ണം കുറച്ചു എന്ന് പറഞ്ഞപ്പോഴും 1710 കേസ് മദ്യം. ഇപ്പോ LDF ഗവൺമെന്റ് വന്ന് ഇത്രയും വർഷമായി, ഇപ്പൊ വിറ്റത് 1706 ലക്ഷമാണ്. 1706 ലക്ഷമാണ് 2011-16 കാലയളവിൽ വിറ്റ കേസ് മദ്യം. 2016 ശേഷം ഇങ്ങോട്ട് 1610 ലക്ഷം കേസ് മദ്യമേ വിറ്റിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 96 ലക്ഷം കേസ് മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളം ആകെ അങ്ങനെ മദ്യം ഇങ്ങനെ വാരി വിതറി ആളുകളെ കുളിപ്പിച്ച് കടത്തുകയല്ല എന്ന് പറയുന്നത്. ശരി, ഞാൻ മദ്യവർജനത്തിൽ ഊന്നിയ മദ്യവർജനം തന്നെയാണ് സർക്കാർ നയം. അതുകൊണ്ട് ഇങ്ങനെ ലൈസൻസ് 97 ബാർ ലൈസൻസുകൾ ജില്ല തിരിച്ചു കൊടുത്ത് ഒക്കെ ശരി, മദ്യ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കാനാണ്. ഞാൻ സിആറിലേക്ക് എത്തും മുമ്പ് അഭിനന്ദ കൈ കാണിച്ചേ. ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ അദ്ദേഹം ഈ കണക്കിന്റെ കളി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഇവിടെ ബാറ് തുറക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അത്രയധികം തുറന്നില്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്ക് ഞാനങ്ങ് ഉദ്ധരിക്കാം. ശരി, 2011 വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് 400 ബാർ. 957 മുതൽ 2011 വരെ 54 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് 400 ബാർ. അപ്പൊ 2015 വരെ അത് തന്നെയാണ് അവസ്ഥ. ശരി, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചത്, കഴിഞ്ഞ 60 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുത്ത ബാറാണ് കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊടുത്തത്. കാരണം ഇന്ന് കേരളത്തിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ബാറിന്റെ എണ്ണം 801 അതായത് മുസ്തഫയുടെ കണക്ക് പ്രകാരം 400 ബാറ് കേരളം രൂപീകരിച്ച 57 മുതൽ 2015 വരെ 400 ബാറ്.
ഇന്ന് എണ്ണം 800 ബാർ. ഇപ്പൊ 8 കൊല്ലം കൊണ്ട് 400 ബാർ കൊടുത്ത നിങ്ങൾ മദ്യം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയും കുഴലൂതുകയും ചെയ്ത വേട്ടപ്പെട്ട വിഷമുള്ള നായ്ക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കും. അല്ല അഭിനയ്, ഈ കേസുകൾ കുറഞ്ഞു കണക്കോ എന്ന് പറഞ്ഞു. അതായത് 29 ബാറിലേട്ട് കുറഞ്ഞു. 2016 ഞാന് VPP മുസ്തഫയുടെ കണക്ക് ഉദ്ധരിച്ചതാണ്. 29 ബാറാണ് 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ കേരളത്തിലുള്ളത് 29 ബാറ് ഞങ്ങളുടെ മദ്യ നയമാണ്. ഞാൻ VPP മുസ്തഫയുടെ കണക്ക് ഉദ്ധരിച്ചാൽ അദ്ദേഹം പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചാൽ കേരളത്തിൽ 60 കൊല്ലക്കാലം കൊണ്ട് കൊടുത്തത് 400 ബാറ്. അത് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോ 29 ആക്കി ചുരുക്കി. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ 8 കൊല്ലം കൊണ്ട് കൊടുത്തത് 400 ബാറ്. എന്നിട്ട് പേ പിടിച്ച നായക്ക് സമം നിങ്ങൾ മദ്യ മുതലാളിമാർക്ക് കുഴലൂതിയിട്ടില്ല എന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക മുസ്തഫ? ഞാൻ മുസ്തഫയിലേക്ക് CR നീലാണ്ടൻ, ഇവിടെ ഒരു യോഗം ഉണ്ട് എന്ന് ഈ പറഞ്ഞ അനിമോൻ അതേ ശബ്ദരേഖയിൽ പറയുന്നു. അങ്ങനെ ഒരു യോഗം ഉണ്ടോ? യോഗമുണ്ട്. അതിന്റെ അജണ്ടയിൽ ഈ കെട്ടിട നിർമ്മാണം ഉണ്ടോ? കെട്ടിട നിർമ്മാണം ഇല്ല. അതിന്റെ അജണ്ടയിൽ എന്താണ്? ഈ പറഞ്ഞ ബാർ ലൈസൻസും ബാറുകളുടെ മുന്നോട്ടുള്ള പോക്കും കച്ചവടം നേരിടുന്ന പ്രതിസന്ധികളുമാണ് അതിന്റെ ചർച്ചാ അജണ്ട. അനിമോൻ പറയുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന യോഗത്തിൽ ഇന്ന നിർദ്ദേശപ്രകാരം ഞാൻ മെസ്സേജ് അയക്കുന്നു, ഇന്ന ഒരു കമ്പനി 2.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ പെട്ടെന്ന് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോഴേക്കും നമുക്ക് അനുകൂലമായി വരണമെങ്കിൽ കൊടുക്കേണ്ടവർ കൊടുക്കണം. അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് ഒരു ഊമക്കത്ത് എക്സൈസ് ആസ്ഥാനത്തേക്ക് പോകുന്നു. ഇത്തരത്തിൽ മദ്യനയത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ പണം പിരിക്കുന്നുണ്ട്. അതിപ്പോഴാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതുവരെ അത് പുറത്തു വരുന്നില്ല. അതിന് ഇപ്പോൾ എക്സൈസ് വിജിലൻസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു മദ്യനയം സർക്കാരിന്റെ മേശപ്പുറത്തുണ്ട്. ആ മദ്യനയത്തിൽ ഡ്രൈഡേ അടക്കം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യാപകമായ വിമർശനമുണ്ട്. ഒരു സംശയത്തിന്റെ ക്ലൗട്ടില്ല എന്ന് പറയാമോ CR? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്പം നേരത്തെ ആ കേസിൻ്റെ കണക്ക് പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടി, ഒരു ഡാറ്റ ഞാൻ പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ബാർ കൂടുമ്പോൾ വിൽക്കുന്ന കേസുകളുടെ എണ്ണം കുറയുകയായി. കാരണം വ്യാജമദ്യം നമ്മുടെ ബാറുകളിൽ വിൽക്കുന്നുണ്ട് എന്നതിന് ഒരു തർക്കവും വേണ്ട. എനിക്ക് നന്നായി അറിയാം വ്യാജമദ്യം ഒരു കണക്കിലും വരില്ല. ഇവർ കൊടുക്കുന്ന മദ്യമല്ല ബാറിൽ കിട്ടണേ. അതുകൊണ്ട് ബാർ കൂടുന്തോറും കേസിൻ്റെ എണ്ണം അത്ര കൂടില്ല. കാരണം അത് വിൽക്കുന്ന മദ്യം അതാണ്, അത് നിൽക്കട്ടെ. അതുകൊണ്ട് മുസ്തഫയുടെ ആ കണക്കിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ 400 ബാറുകൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടി എന്ന് പറഞ്ഞാൽ അത് മദ്യവർജനത്തിനാണ് എന്നത് അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ കുറേ ദിവസം ഇന്ന് ആദ്യമല്ല ഈ ഊമക്കത്ത് നമുക്കറിയില്ല. ഈ ശബ്ദം വരുന്നതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരളത്തിലെ മദ്യനയം മാറ്റാൻ പോകുന്നുവെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലവട്ടം വാർത്ത വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ഡ്രൈഡേ മാറ്റുന്നു, IT പാർക്കുകളിലേക്ക് കൊടുക്കുന്നു, ഇതിന്റെ ടൈം മാറ്റുന്നു. ഈ 3 കാര്യങ്ങൾ. ഇന്നിപ്പോ കാക്കനാട്, ഞാൻ ജീവിക്കുന്ന കാക്കനാട് IT പാർക്കിന്, ഇൻഫോ പാർക്കിന് മുമ്പിൽ അവിടുത്തെ ജീവനക്കാർ വന്ന് എന്തോ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശം എനിക്കറിയില്ല. അവർ നടത്തുന്നത് എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ പ്രശ്നം എന്താ? ഇത് കുറേ ദിവസമായി വാർത്ത വന്നിട്ടും ഒരു CPM നേതാവ് പോലും അതിനെതിരെ ഒരക്ഷരം മിണ്ടി ഞാൻ കണ്ടില്ല. ഒരാളും മിണ്ടിയില്ല. ഇത്രയും വാർത്തയും പ്രശ്നങ്ങളും വന്നു, ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഇതിൽ കോഴയുടെ കാര്യം ഉണ്ട് എന്ന് വന്നപ്പോൾ അതിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കട്ടെ. ഏതായാലും ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണത്തോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സാക്ഷികളെ ഒതുക്കാനാണ്. സാക്ഷി പറഞ്ഞ ആളെ ഇപ്പോൾ DGP പിടിച്ച് പിഴിയും. അതോടുകൂടി പിന്നെ അയാൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലൊന്നും എനിക്ക് ഇപ്പോൾ എന്തൊക്കെ അന്വേഷിച്ചിട്ട് എന്തൊക്കെ കണ്ടു. അല്ല CR, ഇപ്പൊ ഇതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്ന ഒന്നാം ബാർക്കോഴ എവിടെ എത്തിയില്ലേ? അതിലേക്കാ പറഞ്ഞത്. ഒന്നും ആയില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്താനിരിക്കുന്ന കള്ളു മുതലാളിമാർ ശരിയാണ് ഞങ്ങൾ കോഴ കൊടുത്തു എന്ന് ഈ പറഞ്ഞ അനിമോന് പിന്തുണയും ഒറ്റ ആളെങ്കിലും പുറത്തു വരുമോ? അന്നും വന്നില്ല അഷ്മി. അന്നും ഒരു ബാർ മുതലാളിയും വന്ന് ഞാൻ കാശ് കൊടുത്തു എന്ന് പറഞ്ഞില്ല. അത് ഏതോ ചില തട്ടിപ്പുകൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷെ അതിൽ നിൽക്കുന്ന ഒരു ക്രിമിനൽ കേസ് ഇപ്പോഴും ഉണ്ട്. അതെന്താണെന്നറിയോ? നിയമസഭാ ആക്രമണ കേസ്. നിയമസഭയിൽ മാണിയെ തല്ലി അല്ലെങ്കിൽ ആളുകളെ തല്ലി ഓടിച്ച് നിയമസഭയിലെ ആ ക്രിമിനൽ കേസ് ഇപ്പോഴും ഒരു മന്ത്രി അടക്കം 2-3 MLA-മാരടക്കം ഇപ്പോഴും ആ കേസ് നിൽക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസ് ബാർക്കോഴയിൽ ആകെ അവശേഷിക്കുന്നത് CPM MLA-മാർക്കെതിരായ കേസാണ്. അതല്ലാന്ന് മുസ്തഫയ്ക്ക് പറയാൻ പറ്റില്ല. ആ കേസ് ഇപ്പോഴും ഉണ്ട്. അത് മാറ്റി കിട്ടാൻ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പലവട്ടം ഈ സർക്കാർ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി വരെ പോയി. ഇപ്പം അത് ആ കേസ് വിചാരണ ചെയ്യണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ബാർക്കോഴ കേസിൽ വേറെ ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പം മുസ്തഫയ്ക്ക് പറയാൻ പറ്റുമോ
മാണി കുറ്റക്കാരനായിരുന്നു എന്ന് മുസ്തഫയ്ക്ക് പറയാൻ പറ്റില്ല. അന്ന് പറഞ്ഞ നേരത്തെ സഖാവ് വി എസ് അടക്കം കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങൾ ഒരു വാചകം ഇപ്പോൾ മുസ്തഫയ്ക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ മുസ്തഫ പാർട്ടിയിൽ നിന്ന് പുറത്താവും. കാരണം അത് മനുഷ്യന് നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയാണ്, വിഴുങ്ങുക. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇതില് ഞാൻ വിചാരിക്കുന്നില്ല ഒരു അന്വേഷണം നടത്തി ആരന്വേഷിച്ചാലും കിട്ടാൻ പോകില്ല. കാരണം ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൈക്കൂലി കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ മദ്യനയത്തിന് ഇപ്പോൾ ഒരു മദ്യനയമാണല്ലോ ഡൽഹിയിൽ ഇത്രയും വലിയ പ്രശ്നമായി. ഇപ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റിലടക്കം ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ഈ കാണുന്ന വിവാദം. ഇന്നും കൂടി സിസോദിയ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രിക്ക് അവിടെ ജാമ്യം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്താ, ഇവിടെ നിയമപരമായി ഇത് തെളിയിക്കപ്പെടാനേ പോകുന്നില്ല. ഒരു കൈക്കൂലി കേരളത്തിൽ ഏത് അഴിമതി കേസാ ഹാഷ്മി? ഒരു മിനിറ്റ് കാര്യം. അതുകൊണ്ട് മദ്യവർജനം എന്നാണ് നിയമമെന്നും ഇതിന്റെ ടൈം കൂട്ടുകയാണ് വേണ്ടതെന്നും ഒരു കാര്യം. ആ വാദം ഇനി പറയും. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത് ഒരിക്കലും നടപ്പാക്കില്ല എന്ന് ശ്രീ VP മുസ്തഫയ്ക്ക് പറയാൻ കഴിയുമോ? പാർട്ടിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് MV ഗോവിന്ദൻ സഖാവും പറഞ്ഞിട്ടുള്ളൂ, നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ച് CPM പ്രതിനിധി എന്ന നിലയിൽ VP മുസ്തഫയ്ക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ഇനിയും കാണുമല്ലോ ഈ കാര്യത്തിൽ. അതുകൊണ്ട് ആ ഒറ്റ ചോദ്യമുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് LDF UDF തർക്കത്തിനേക്കാൾ കൂടുതൽ മദ്യം ശ്രീ VP മുസ്തഫ പറയുകയാണ് എന്താണ് നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുന്നതിന് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റേതായി പ്രചരിക്കുന്ന ശബ്ദസന്ദേശത്തിൽ പറയുന്നത്. നമുക്കാ ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ! ആർക്ക്? കേരളത്തിൽ 1000-ഓളം ബാറുകൾ ഉണ്ടെന്നാണ് അറിവ്. ഈ ബാറുകളെല്ലാം 2.5 ലക്ഷം രൂപ വീതം നൽകിയാൽ 250 കോടിയാകും. ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത്? ഖജനാവിലേക്കല്ലെന്ന് വ്യക്തം! ! പണമുണ്ടെങ്കിൽ സർക്കാർ നയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഒരു ബാറുടമ പറയുന്നത് ഗൗരവമായ കാര്യമാണ്. ഇത് സംബന്ധിച്ച് അടിയന്തര അന്വേഷണം വേണം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ല, എന്ന് പറയുന്നത് LDFന്റെ ജില്ലാ കൺവീനർ, CPIയുടെ അവിടുത്തെ സമുന്നതനായ നേതാവ് KK ശിവരാമനാണ്. ശിവരാമന് പോലും സംശയമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ ശ്രീ VP മുസ്തഫ CR നീലകണ്ഠൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം, ഡ്രൈ ഡേയിൽ മാറ്റം ഉണ്ടാവില്ല. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുടിക്കാതിരിക്കട്ടെ എന്നുള്ളതാണല്ലോ അതിൻ്റെ കൺസെപ്റ്റ്. ഡ്രൈ ഡേ മാറ്റില്ല, കള്ള് വിറ്റ് പണമുണ്ടാക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ മുസ്തഫയ്ക്ക് പറ്റുമോ? ആര് എവിടെ പണം പിരിച്ചാലും അതിൽ 1 രൂപ പോലും CPMന്റെ അക്കൗണ്ടിൽ സ്വീകരിക്കില്ല, സഖാവ് MB രാജേഷിന്റെ അക്കൗണ്ടിലും സ്വീകരിക്കില്ല. അക്കാര്യം അതാണ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്. ആ ചോദ്യം അത് ഞാൻ പറയുകയാണ്, ഉറപ്പ് പറയുന്നു. CPMന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ആരെവിടെ പിരിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നല്ലോ, പിരിവ് നടക്കുന്നുണ്ടെന്ന്. ആ പിരിവ് ആരെവിടെ നടത്തിയാലും കേരളത്തിലെ സർക്കാരിനെയോ അതിന്റെ എക്സൈസ് വകുപ്പിനെയോ സ്വാധീനിക്കാനാണെങ്കിൽ അതൊന്നും സ്വീകരിക്കില്ല. 8 വർഷമായി ഈ ഗവൺമെന്റ്, സഖാവ് TP രാമകൃഷ്ണൻ 5 വർഷം മന്ത്രിയായിരുന്നു. 2 വർഷത്തിനടുത്ത് സഖാവ് MV ഗോവിന്ദൻ മാഷ് മന്ത്രിയായി, സഖാവ് MB രാജേഷ് വന്നു. ഈ 8 വർഷത്തിനിടയിൽ നിങ്ങൾ ഈ പറയുന്ന 800ഓളം ബാറുകൾ കൊടുത്തല്ലോ. ഓരോ ബാർ കൊടുക്കാനും വലിയ നടപടികളാണല്ലോ ഹാഷ്മി. അതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ആരോപിക്കേണ്ടി വന്നോ ബാർ ലൈസൻസ് അനുവദിക്കാൻ വേണ്ടിയിട്ട് ഇതാ മന്ത്രിയുടെ ഓഫീസിൽ പോകണം, അവിടെ കാഴ്ചവെക്കണം? ഇല്ലല്ലോ. ഒന്നാം ബാർക്കോഴ എന്ന് നിങ്ങൾ പറയുന്നത് ഏതിനു വേണ്ടിയിട്ടായിരുന്നു? മദ്യനയത്തിന്റെ കാര്യത്തിലായിരുന്നില്ല. ഒന്നാം ബാർക്കോഴ വിവാദം ഉണ്ടായത് തന്നെ ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്ന വിഷയത്തിലായിരുന്നു. ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ UDFന്റെ ഭാഗമായി നിൽക്കുന്ന, അവരോട് താല്പര്യമുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയ ബാർ മുതലാളി ബിജു രമേശ് വന്നിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഏതെങ്കിലും അശരീരിയിലുള്ള ആധികാരികതയില്ലാത്ത ഒരു ശബ്ദരേഖയായിരുന്നില്ല, നേരിട്ടൊരു ചാനലിലാണ്. അന്ന് 1 മണിക്കൂർ ചർച്ച അദ്ദേഹത്തിന്റെ വിസ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലോടുകൂടി നീണ്ടുപോയി. അതിലിപ്പോഴും കേസുണ്ട്. CR നീലകണ്ഠൻ സഖാവ് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണല്ലോ. നിയമസഭ പ്രശ്നങ്ങളുടെ മാത്രം കേസല്ല കിടക്കുന്നത്. K ബാബു അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി, പ്രതിയായ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി അത് തള്ളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഹൈക്കോടതി നിശ്ചിതമായ വിമർശനത്തോടു കൂടിയാണ് ബാബുവിന്റെ ആ ഹർജി തള്ളിക്കളഞ്ഞത്. കോടതിയിലാണ് ഇനി തീരുമാനിക്കേണ്ടത്. കെ എം മാണി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അന്ന് കെ എം മാണി മാത്രമായിരുന്നില്ല കെ ബാബുവിന്റെ പേര്. രമേശ് ആരാ പറയുന്നത്? ബിജു രമേശാ പറയുന്നത്. കെ ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ ബാബുവിന് കൊണ്ടുപോയി പണം കൊടുത്തു ബാർ ലൈസൻസ് അനുവദിക്കാനാണ്. ആ പണം
പ്രൈവറ്റ് സെക്രട്ടറി വാങ്ങിച്ച് കാറിൽ കൊണ്ടുപോയി വെച്ചു. ആരാ സാക്ഷി? ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അന്നത്തെ ഭാരവാഹി റസീഫ് സാക്ഷി നേരിട്ട് വന്ന് നിങ്ങളോട് വെളിപ്പെടുത്തി. അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല MLAക്ക് പണം കൊണ്ടുപോയി കൊടുത്തു എന്ന് ബി രമേശ് പേരെടുത്ത് പറഞ്ഞു. പേരെടുത്തിട്ട് രമേശ് ചെന്നിത്തലയുടെ ഇതൊക്കെ കിടക്കുകയാണ്. KM മാണി കോഴമാണി ആയിരുന്നോ മുസ്തഫ? ഒരു ശബ്ദരേഖ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ KM മാണി കോഴമാണി ആയിരുന്നു. നേരത്തെ അബിൻ വർക്കിയും CR നീലനും അങ്ങേ വെല്ലുവിളി അങ്ങയുടെ നിസ്സഹായത മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. KM മാണി കോഴമാണി ആയിരുന്നോ മുസ്തഫ? KM മാണിയുടെ തൊലിക്കെട്ടിയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം. താങ്കൾ ഇങ്ങനെ ഓരോ വാക്കുപയോഗിച്ചിട്ട് ശ്രീ മുസ്തഫ, KM മാണിയുടെ തൊലിക്കെട്ട് കണ്ട് മൃഗശാലയിലെ കാണ്ടാമൃഗം ഭക്ഷണം കഴിക്കാതെ 2 ദിവസം അവശ്യ നിലയിലായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പറയുമോ? കേരള ചരിത്രത്തിൽ ബജറ്റ് വിറ്റ് പണമുണ്ടാക്കിയ അധമൻ എന്നിപ്പോൾ KM മാണിയെ പറ്റി ആരെങ്കിലും പറയുമോ? അത് പറയാൻ പറ്റുമോ ശ്രീ മുസ്തഫ? ഞങ്ങൾക്കൊരു നിസ്സഹായ അവസ്ഥയുമില്ല. താങ്കളുടെ അവസ്ഥയോർത്ത് സഹകരിക്കാനേ ഞങ്ങൾക്ക് ഇപ്പൊ വഴിയുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ നിസ്സഹായാവസ്ഥ എന്റെ മേലിൽ ആരോപിക്കണ്ട. ഈ വിഷയം സംബന്ധിച്ച് അന്ന് UDF-ലെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ഞാൻ ആ ഉത്തരത്തിലേക്കാണ് വരുന്നത്. കേരള കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തി. ശ്രീ CF തോമസ് MLA അന്ന് MLA ആയിരുന്നു. അദ്ദേഹം ചെയർമാനായ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ വിശദമായ റിപ്പോർട്ട് ഹാഷ്മിയുടെ കയ്യിൽ ഉൾപ്പെടെയുണ്ട്. അതിലെ വിവിധ പേജുകൾ എടുത്തു നോക്കൂ. അതിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, അതില് VS ശിവകുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നത്, അതിലിങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തു നോക്കൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു വിവരാതില്ല. കരിങ്കോഴക്കൽ മാണിയല്ല, കോഴമാണി. ബജറ്റ് വിറ്റ് പുട്ടടിച്ച കള്ളൻ കള്ളം മന്ത്രി. എന്താണ് നോട്ടെണ്ണൽ യന്ത്രം? കുട്ടിയമ്മ പണം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്ന ആരോപണം. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകമെന്ന VS-ന്റെ നിയമസഭ ഇപ്പോഴും സഭാരേഖകളിൽ കിടപ്പാണ് ആ പ്രസംഗം. എന്നിട്ട് ബാർക്കോഴയുടെ പേരിൽ ഒരു ബജറ്റ് കാലത്ത് നിയമസഭയിൽ ഇതുവരെ കാണാത്ത, ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തിയ ഒരു ആഭാസ സമരം മുസ്തഫ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിഴുങ്ങി അവരെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചു വരുത്തി ആ മാണിയെ വിശുദ്ധനാക്കിയിട്ട് നിസ്സഹായാവസ്ഥ എനിക്കെന്നോ? താങ്കൾ ഇടതുപക്ഷത്തെ അപഹസിക്കാൻ വേണ്ടി വളരെ സെലക്റ്റീവ് ആവുന്നു. കാരണം ആ പ്രസംഗത്തിൽ നിന്ന് മാണി സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോഴുള്ള ഇടതു മുന്നണിക്കകത്ത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ്, അതിനുവേണ്ടി താങ്കളുടെ സംഭാവന. അങ്ങനെയാണെങ്കിൽ താങ്കൾ അത്ര നീതിബോധമുള്ളയാളാണെങ്കിൽ, താങ്കൾ അത്ര നിഷ്പക്ഷനാണെങ്കിൽ ആ പ്രസംഗത്തിൽ K ബാബുവിനെതിരെ പറഞ്ഞതെടുക്കൂ, ആ പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞതെടുക്കൂ. അവരുടെ എല്ലാം രേഖകളിലുള്ള മത്തായിയുടെ സുവിശേഷം അധ്യായം 16 വാക്യം 26 പറയുന്നതാണിത്. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ, വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. മത്തായിയുടെ സുവിശേഷം അധ്യായം 16 വാക്യം 26 പറയുന്ന ഇത്, സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ, വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണുപോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും. അതുകൊണ്ട് മിസ്റ്റർ മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയി, ഈ മഹാപരാധത്തിൽ നിന്ന് ഒഴിവാകൂ. സർ, VS-ന്റെ ആ പ്രസംഗം ഇപ്പോഴും സഭാരേഖകൾ കിടപ്പാണ്. അറ്റ്ലീസ്റ്റ് അത് നീക്കം ചെയ്യണം എന്നെങ്കിലും CPM ആവശ്യപ്പെടുമോ? ഇപ്പൊ ബാബു ഒക്കെ അപ്പുറത്തല്ലേ, മാണിയുടെ മകനടക്കം ഇപ്പുറത്തല്ലേ, നിങ്ങളുടെ കൂടെയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ എത്ര തന്നെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ പ്രകോപിതനാവില്ല. കാരണം താങ്കൾക്ക് ഇന്ന് ആവശ്യം ഇടതുപക്ഷത്തെ അടിക്കാൻ എന്തെങ്കിലും ഒരു വഴി. അതിന് താങ്കൾ ആദ്യം പറഞ്ഞ ശബ്ദരേഖയ്ക്ക് ആധികാരികത പോരാ എന്ന് വന്നപ്പോൾ പഴയൊരു പ്രസംഗത്തിലെ സെലക്റ്റീവ് ഭാഗമെടുത്ത് എങ്ങനെ അടിക്കാമെന്നുള്ള നോട്ടമാണ്. നടക്കില്ല ഹാഷ്മി, നടക്കില്ല. ജനത്തിന് ബോധ്യമുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ കളിയും നിങ്ങളുടെ ഇടതുപക്ഷ വിരോധവും. എന്താണ് ജനത്തിന് ബോധ്യം? കോഴമാണി എന്ന് ഉളുപ്പില്ലാതെ നാഴികയ്ക്ക് 400 വട്ടം അധിക്ഷേപിച്ച മാണിയെയും പാർട്ടിയെയും ഇടതുപക്ഷ ക്യാമ്പിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതാണോ ജനത്തിന് ബോധ്യം? എന്നിട്ട് മാണി ഇപ്പോൾ കോഴക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്തഫയ്ക്ക് മറുപടി ഇല്ലാത്തതാണോ ജനത്തിന് ബോധ്യമാവുക? മാണി കോഴക്കാരനാണെന്ന പഴയ നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മുസ്തഫയ്ക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റൂ? അവര് ഇടതുപക്ഷത്തിന്റെ കൂടെ വന്നു. കാരണം എന്താ? അവർക്ക് ബോധ്യമുണ്ട് ഇടതുപക്ഷ നിലപാടിന്റെ നൈതികതയെ കുറിച്ച്. കേരള കോൺഗ്രസുകാർക്ക് നല്ല ബോധ്യമുണ്ട്.
അതുകൊണ്ട് ഹാഷ്മി എത്ര തന്നെ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ പറഞ്ഞു, ഞങ്ങൾ ഈ ആക്ഷേപിച്ചു എന്ന് പറയുന്ന KM മാണി സാറും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരുടെ പിന്നിൽ അണിനിരക്കുന്നവരും നല്ലതുപോലെ ഇടതുപക്ഷത്തിന്റെ നൈതികതയെ അവർക്കത് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം, അതിന്റെ തൊലിക്കട്ടി, മാണിയുടെ തൊലിക്കട്ടി കണ്ട ആ കാണ്ടാമൃഗം വിഷാദവാനാണ് എന്നൊക്കെ കോടിയേരിയുടെ വാക്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ജോസ് കെ മാണി ഓർക്കാതിരിക്കുമോ? മാണിയുടെ മകനല്ലേ? സിയാ നീലകണ്ഠൻ, ഇവിടെ എന്നെ ഇടതുപക്ഷ വിരുദ്ധ മനോനില, ഒരു മുന്നസഫ എന്നൊക്കെ പുസ്തകം വന്നെങ്കിലും താങ്കളെ അഭിസംബോധന ചെയ്തത് സഖാവ് എന്നാണ്. താങ്കളത് കേട്ടു എന്ന് വിചാരിക്കുകയാണ്. സിയാർ, ഇവിടെ താങ്കൾ പറയുന്നത് പോലെ ഇതിൽ പോലീസ് അന്വേഷിക്കുക എന്താണ്? പണപ്പിരിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ പണപ്പിരിവ് ഉണ്ടായോ എന്നുള്ളതാണ്. ഈ അനിമോനെ വിളിച്ച് ചോദ്യം ചെയ്യും. അനിമോനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് അനിമോനെതിരെ കുറ്റം വകുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം അനിമോൻ പൈസ വേണം എന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടതേ ഉള്ളൂ. അനിമോൻ ആ പണം പിരിച്ചു വന്നോ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നോ ആരും പറയുന്നില്ല. അപ്പം അനിമോനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വിട്ടയക്കും എന്നതിനപ്പുറം ആ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിയുമോ സിയാർ? ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, ഈ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ മുസ്തഫ സഖാവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എനിക്ക് എൻ്റെ നിലപാട് അതാണ്. ലോകത്ത് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നൊന്നുമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണുന്നത്. പക്ഷേ പ്രശ്നം അതല്ല, പ്രശ്നം നയപരമാണ്. നയപരം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞേയില്ല. അതായത് മാണിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ നയം നടപ്പാക്കില്ല എന്ന് സഖാവ് MV ഗോവിന്ദൻ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇത്രയും ദിവസം ഇത് വന്നിട്ടും ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പാർട്ടിയോ ആരും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ ചർച്ച വന്നിട്ടും. അതിനേക്കാളും പ്രധാനം, ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഇത് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും പിടിപെടുമോ? എന്തെങ്കിലും ഒരു കാര്യം ഈ അന്വേഷണം കൊണ്ടുണ്ടോ? ഇപ്പോൾ DGPക്ക് ആകെ ചെയ്യാവുന്നത് ആ പറഞ്ഞ അനുമോനെ വിളിച്ച് ചോദ്യം ചെയ്യാം. ഹാഷ്മി പറഞ്ഞ പോലെ അനുമോൻ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചൊരു മെസ്സേജ് ആരോ എടുത്ത് കൊടുത്തതാണ്, അതിപ്പോൾ ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞാൽ അത് പിരിച്ചാലല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ സിസോദിയയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മദ്യനയം, അത് മദ്യനയം തന്നെയാണ്. ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പണമില്ല എങ്കിൽ പോലും ഒരു നയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ നയം അത് എടുത്ത ആൾ കുറ്റക്കാരനാണ്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരുപാട് തർക്കിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ ഭാഗത്തല്ല. പക്ഷേ ഇവിടെ നയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നയം തെറ്റാണോ? ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയോ തെറ്റോ എന്നാണ് MV ഗോവിന്ദൻ സഖാവും മുസ്തഫ സഖാവും ആദ്യം പറയേണ്ടത്. ഈ സമയം മാറ്റുന്നതും അല്ലെങ്കിൽ കൂടുതൽ ബാറുകൾ അനുവദിക്കുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇളവുകൾ നൽകുന്നതും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നയമായി മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ് സഖാവ് MB രാജേഷ് പറഞ്ഞത്. അങ്ങനെ ചർച്ച നടന്നിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആരെങ്കിലും മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഈ അന്വേഷണത്തിൽ കിട്ടൂലല്ലോ. ഈ അന്വേഷണത്തിൽ എന്താ, ഇയാൾ പറഞ്ഞതാണോ ഈ വോയിസ് ക്ലിപ്പ്, ഇയാൾ പറഞ്ഞത് ഇപ്പോഴാണോ എന്താണോ എന്നൊക്കെ ചോദിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. നമ്മുടെ KSRTC കേസ് പോലെ തന്നെ കിടക്കും. ഇതിങ്ങനെ കുറേ കേസുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് അഴിമതി കേരളത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ അഴിമതി കണ്ടെത്തി കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യമൊന്നും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്കില്ല. അത് ഞാൻ പറയുന്നില്ല. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കെ ബാബു രമേശ് ചെന്നിത്തലയോ ആര് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വന്നോട്ടെ, അതിനൊന്നും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെ ബാബുവിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെ സപ്പോർട്ടറല്ല. പക്ഷേ മാണിയുടെ ബഡ്ജറ്റാണ് തടഞ്ഞത് എന്നതുകൊണ്ടാണ്, അതിൻ്റെ പേരിലാണ് ഇപ്പോഴും മന്ത്രിമാർക്കെതിരെ ക്രിമിനൽ കേസുണ്ട്. ഇതൊക്കെ തെറ്റാണെങ്കിൽ അങ്ങ് പറയാം. മാണി അവതരിപ്പിക്കുന്ന ബജറ്റ് തടയുകയും മാണിയുടെ പേരിൽ ബജറ്റ് തടയാൻ വേണ്ടി അക്രമം നടത്തി വയലൻസ് ചെയ്ത് ക്രിമിനൽ കേസ് ഇപ്പോഴും മന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരിൽ നിലനിൽക്കുന്നു എന്ന സത്യം അവിടെ നിൽക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ട്. കാരണം രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ യോജിച്ചാൽ അതിനു മുമ്പ് അവർ പറഞ്ഞതൊക്കെ മറക്കേണ്ടി വരും. അതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ വേണ്ടി പറയാം. ജനങ്ങളെ പറ്റിക്കുന്ന തന്ത്രമാണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാം മറന്നുപോട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളത്തിൽ മാത്രമേ CPM ഉം കോൺഗ്രസും തമ്മിൽ അടിക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്ത് കിടന്നാൽ CPM ഉം കോൺഗ്രസും ബൈ ആണ്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ലേ പിണറായി വിജയൻ കേരളത്തിന് പുറത്ത് പോകാത്തത്? അദ്ദേഹത്തിന് പോയി പറയാം. അതൊരു പൊളിറ്റിക്കൽ കോസ് ആണല്ലോ സാർ. രാഹുൽ ഗാന്ധിയുടെ NDA അത് രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് അതും ഈ രാഷ്ട്രീയമാണ്. അത്രമാത്രം അപഹസിച്ച, അത്രമാത്രം മന്ദയിൽ അധിക്ഷേപിച്ച ഒരാളുടെ പാർട്ടിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചു വരുത്താൻ അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൂടി രാഷ്ട്രീയം. അത് സാധ്യതകളുടെ കല കൂടിയാണല്ലോ. അതൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇപ്പൊ ജനങ്ങൾ കാണുമെന്നും ജനങ്ങൾക്ക് അതിൽ എന്ത് കാര്യം, ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും.
ആളുകൾ പാർട്ടി മാറുന്നു, CPM കോൺഗ്രസ് ആവണു, കോൺഗ്രസ് RSS ആവണു, അല്ലെങ്കിൽ RSS മറ്റേ CPM ആവണു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അതുകൊണ്ടൊന്നും ഒരു കഥയില്ല. ജനങ്ങൾക്ക് അതിലൊന്നും വലിയ താല്പര്യം. എൻ്റെ ചോദ്യം ഇപ്പോഴും അതാണ്. ഈ നയം ഇപ്പം പറഞ്ഞിട്ടുള്ള നയം ഉണ്ടല്ലോ, ഇത് ശരിയോ തെറ്റോ എന്നാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം. ശരി, ഞാൻ മുസ്തഫയുടെ ആ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. ഞാൻ അതിന് അബിൻ പറയും. അബിൻ, ഇവിടെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബാറുടമ ബിജു രമേശ് ബാർക്കോഴ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. കേസിൽ നിന്ന് പിന്മാറരുതെന്ന് തന്നോട് അഭ്യർത്ഥിച്ചത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമാണ്. ഇപ്പോൾ അവർ തന്നെ കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ബിജു രമേശ് ആരോപിച്ചു. തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ വന്നതാണ്. ഞാൻ പത്രവാർത്ത വായിച്ചാണ്. തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നതാണ്. അന്വേഷണം എവിടെയും എത്തിയില്ല. പക്ഷേ ഡോക്ടർ VP മുസ്തഫ പറയുന്നു ആ കേസ് അവിടെ കിടപ്പുണ്ട്. അതിലൊരു കെ ബാബുവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ പേരുണ്ട്. അപ്പോൾ ആ കേസ് അവിടെ കിടക്കുമ്പോൾ ഇപ്പോൾ ചില പുഴുക്കൾ സുഷുപ്തിയിലാവെന്ന് പറയില്ലേ, തണുപ്പ് കാലമാകുമ്പോൾ 7 മാസം 8 മാസം സുഷുപ്തിയിലേക്ക് പോകുമെന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ആ കേസ് സുഷുപ്തിയിലായിരിപ്പാണ്. എപ്പോൾ വേണമെങ്കിലും അത് വിരിഞ്ഞ് പുറത്തേക്ക് വരാം. ഇക്കാര്യത്തിൽ നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടാൽ, അന്വേഷണം ഘടിപ്പിച്ച് സമരം ശക്തമാക്കിയാൽ അത് സുഷുപ്തിയാവസ്ഥ വിരിഞ്ഞ് വീണ്ടും ഉയർക്കും ആ കേസ്. അബിൻ, അതുകൂടി ഓർമ്മയുണ്ടാവണം പറയുമ്പോൾ. ഏത് കേസ് വേണമെങ്കിലും വിരിഞ്ഞു വരികയോ പൊട്ടിത്തീരുകയോ എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ. ശ്രീ ഹാഷ്മി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മദ്യനയത്തിൽ മാറ്റം വരുത്താൻ അഴിമതി നടത്തി. അപ്പോൾ അതാണല്ലോ ശ്രീ VP മുസ്തഫ UDFനെതിരെ ആരോപിക്കുന്നത്. അപ്പോൾ മദ്യനയത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നത് എന്തിനാണ്? കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന ബാറുകൾ 400-ൽ നിന്ന് 29 ആകണോ? കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 400-ൽ നിന്ന് 800 ആകണമായിരുന്നു. UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 400-ൽ നിന്ന് 29 കേരളത്തിൽ മദ്യവർജനം, മദ്യനിരോധനം എന്നുള്ളത് UDFൻ്റെ നയമായി പുറത്തു വന്നു. അത് ഞങ്ങൾ നടപ്പിലാക്കി. 2016-ൽ അധികാരത്തിലെത്തിയ LDF സർക്കാർ ആ 29-ൽ നിന്ന് ഇന്ന് 2024-ൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന നിമിഷത്തിൽ 801 ബാർ ആക്കി എന്നുള്ളത് മാത്രമല്ല, 1-ാം തീയതി ഉണ്ടായിരുന്ന ഡ്രൈ ഡേ എടുത്തു കളയുന്നു. രാത്രി 12 മണി വരെ ബാറുകൾ തുറന്നു വെക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ആർക്കാണ് ശരിക്കും നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ബാർ മുതലാളിമാർ കാശ് കൊടുക്കേണ്ടത്? അത് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ച് തീരുമാനിച്ചോട്ടെ. അത് മാത്രമാണ് ഇതിൽ പ്രശ്നം. ഇവിടെ 800 ബാറുകൾ ഈ പറഞ്ഞ 800 ബാറുകളുടെ കണക്കിന് വിറ്റ കേസുകളുടെ കണക്കുകൊണ്ട് റദ്ദാക്കി കളയാണ് മുസ്തഫ. അപ്പൊ അത് വ്യാജമദ്യം ആണെന്ന് CR പറഞ്ഞാലും അതിന് ആധികാരിക രേഖ ഒന്നുമില്ല. ഇത്ര ബാറുകൾ കുത്തനെ കൂടിയാലും വിറ്റ കേസുകളുടെ എണ്ണത്തിൽ കുറവാണ്. അതായത് ശ്രീ ഹാഷ്മി, ഒന്നാമത് കേരളത്തിലെ ബാറുകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ശ്രീ CR ഇവിടെ സൂചിപ്പിച്ചു. ഇനി അതുമാത്രമല്ല, കേരളത്തിലെ ബീവറേജുകളുടെ അവസ്ഥയുണ്ട്. ബീവറേജുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ബീവറേജുകളിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയതോടുകൂടി കുറേ ആളുകൾ ബാറിൽ നിന്ന് മാറി ബീവറേജിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട്. ആ കണക്ക് ഇതിനകത്ത് പെട്ടിട്ടുമില്ല. ഇനി അത് പോട്ടെ, കണക്കല്ല ഇതിലെ പ്രശ്നം. ബാറുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒത്താശ ചെയ്തു കൊടുത്തു. ഇനി അല്ലെങ്കിൽ പറയട്ടെ, ശ്രീ അനിമോൻ, ഈ അനിമോൻ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം അറിയപ്പെടുന്ന മദ്യ വ്യവസായിയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി 10-20-ലധികം ബാറുകൾ നടത്തുന്ന മദ്യ വ്യവസായിയാണ്. അയാൾ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് വസ്തുതാപരമായി ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? വസ്തുതാപരമായി അജണ്ടയിലുള്ള കാര്യം കെട്ടിടം മേടിക്കാനാന്ന് പറഞ്ഞിട്ട് അജണ്ട പുറത്തു വന്നപ്പോ കെട്ടിടം മേടിക്കുന്ന കാര്യത്തെ പറ്റി ഇല്ലല്ലോ. പിന്നെ ഇത് ആദ്യമായിട്ടാണോ LDFനെതിരെ എത്രയോ കാര്യങ്ങളിൽ, പ്രളയ സമയത്ത് ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റി, ലൈഫ് മിഷൻ കേസ്, എത്രമാത്രം, എന്തിനേറെ പറയുന്നു, എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ കാശ് മേടിച്ചു എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കിയ ചരിത്രമുണ്ടല്ലോ. ഇവിടെ ഇവിടെ ബിജു രമേശ് എന്ന് പറയുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ച ഇത് ഇയാൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് ശബ്ദം കേട്ടതല്ലേ? പൂർത്തീകരിക്കട്ടെ. അതായത് അദ്ദേഹം ബിജു രമേശിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ബിജു രമേശ് ശ്രീ KM മാണി കോഴ മേടിച്ചു എന്ന് പറയാൻ വേണ്ടി പുറത്തുവിട്ടത് ഇതുപോലൊരു ശബ്ദരേഖയാണ്. 3.25 കോടി രൂപ കോഴ മേടിച്ചു എന്ന് ബിജു രമേശ് പറഞ്ഞത് ഇതുപോലൊരു ശബ്ദരേഖയിലാണ്. ആ ശബ്ദരേഖ ഇല്ല എന്നും KM മാണി കോഴ മേടിച്ചിട്ടില്ല എന്നും ജോസ് കെ മാണി പുണ്യാളാണ് എന്നും ശ്രീ VP മുസ്തഫ ഇവിടെ തുറന്നു സമ്മതിച്ചു. അതുകൊണ്ട് ബാർ കോഴ എന്ന് പറയുന്ന വിഷയം പോലും ഇന്ന് LDF ഉയർത്തുന്നതിൽ അർത്ഥമില്ല. അതൊന്ന്. ഇനി 2, അദ്ദേഹം പേഴ്സണൽ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേര് പറഞ്ഞല്ലോ. ശ്രീ MP രാജേഷിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP രാജേഷിന്റെ ഓഫീസിലെ ഒരു പേഴ്സണൽ സെക്രട്ടറി, ഒരു പ്രമുഖനായ CPM നേതാവ് കോഴ മേടിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നല്ലോ.
അയാളെ 2.5 കൊല്ലം എത്തുന്നതിന് മുമ്പ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോ അതുങ്ങളെ ഒന്ന് ചിന്തിക്കണം. VP മുസ്തഫ, ഞാൻ പേരുകളൊന്നും അധികം പരാമർശിച്ചു പോകുന്നില്ല. ആ പരാമർശിച്ചു പോകുന്നത് താങ്കൾക്ക് ഉചിതവുമായിരിക്കില്ല. അതുകൊണ്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും സംശയത്തിന് നിർത്തി പോരുത്. ഇതിനകത്ത് അല്ല, അങ്ങനെ ആരും സംശയത്തിന് നിർത്തി പോരുത്. മന്ത്രി കോഴ മേടിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ആരും സംശയത്തിന് നിർത്തി പോരുത്. മുസ്തഫ ആ കോഴ ഇടപാട് മുസ്തഫയുടെ മറുപടി. മുസ്തഫ ഇതൊക്കെ തോന്നിയാവാസം പറയുന്നതിന് ഒരു അതിര് വേണം. MP രാജേഷിന്റെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഉത്തരം മുട്ടുമ്പോൾ താങ്കൾ പറഞ്ഞ സംശയത്തിന് നിഴലിൽ മറുപടി പറയുകയാണ് മുസ്തഫ. ചരിത്രം പറയേണ്ടി വരും. അല്ല അതിന് വ്യക്തവരുത്താണ് മുസ്തഫ അങ്ങനെ ഉണ്ടോ? അത് പറഞ്ഞതിനെ പോകണം. അല്ല മുസ്തഫ അങ്ങനെ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത് ഹാഷ്മി, നിങ്ങൾക്ക് 2 ദിവസം ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ശബ്ദരേഖ ആദ്യത്തെ ദിവസം തന്നെ പൊളിഞ്ഞപ്പോൾ അബിൻ വർക്കി അങ്ങേയറ്റം നീചമായ നിലയിൽ, ഇതിനൊക്കെ നിന്ദ്യം, നീചം, അതിനപ്പുറം എന്ത് വാക്ക്, എന്നാൽ കൃത്യമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഈ ശബ്ദരേഖയിലില്ല. പക്ഷെ പണ്ട് ബിജു രമേശ് പറയുമ്പോൾ പേരുകൾ തന്നെയാണ് പറഞ്ഞത്. കെ ബാബുവിന്റെയും രമേശ് ചെന്നിത്തലയുടേതും അതുപോലെ അടൂർ പ്രകാശിന്റെയും VS ശിവകുമാറിന്റെയും ഒക്കെ പേരുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ ശബ്ദരേഖയിലില്ല. ഇപ്പൊ അബിൻ വർക്കി പുതിയ ആരോപണവുമായിട്ട് വരുന്നു. അവിടെ ഇതിനു മുമ്പ് എത്ര നാളായി നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നു. അബിൻ സ്പെസിഫിക്കായി ഉന്നയിച്ച ഒരു ആരോപണത്തിനാണ് നീചവും നിന്ദ്യമായ ആരോപണമെന്ന് മുസ്തഫയുടെ മറുപടി. അതിന് മറുപടി ഉണ്ടോ അബിൻ? എക്സൈസ് മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അദ്ദേഹം ചില കേട്ടുകേൾവികളെ പറ്റിയാണ് പറയുന്നത്. ആ കേട്ടുകേൾവികളെ പറ്റിയാണ് ഞാനും പറഞ്ഞത്. ഞാൻ കേട്ടുകേൾവികളെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ വേട്ടപ്പട്ടി എന്നും കേട്ടുകേൾവി എന്നൊക്കെ പറഞ്ഞപ്പോ ആ കേട്ടുകേൾവികളെ പറ്റിയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെ പല കേട്ടുകേൾവികളും ഈ നാട്ടിലുണ്ട്. അതൊക്കെ താങ്കൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതൊക്കെ തിരിച്ചും പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പോ കേട്ടുകേൾവി നമുക്ക് അങ്ങനെ ചർച്ചയിൽ പറയുന്നത് ശരിയാണോ എന്ന് അബിൻ ആലോചിക്കണം. ശരി, ഞാൻ എത്താം. മുസ്തഫ അദ്ദേഹം വേട്ടയാടുന്ന വേട്ടപ്പട്ടികൾ എന്നൊക്കെ പറയുമ്പോ തിരിച്ചങ്ങനെ വേട്ടയാടലുകളെ പറ്റി പറയേണ്ടി വരും. മുസ്തഫ ആ ഉമ്മാക്കിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്നൊന്നുമുള്ള ഭീഷണി വേണ്ട. പറയാനുണ്ടെങ്കിൽ സ്വന്തക്കാരൻ ബിജു രമേശ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തക്കാരൻ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് നടത്തിയ കെ ബാബു, ശിവകുമാർ, താങ്കൾ പറയുന്ന ആളൊക്കെ രണ്ടാമത് വരുന്ന കാര്യമല്ലേ? ആരോപണം എങ്ങനെയാണ്? അന്ന് ബജറ്റ് മുൻനിർത്തിയായിരുന്നില്ലേ? ധനമന്ത്രിക്ക് നേരെയായിരുന്നില്ലേ ആരോപണം? നിങ്ങൾ സമരത്തിന്റെ കുന്തമന തിരിച്ചതും അവിടെ സഭയിൽ ലോകത്തിന് നാണക്കേടായ തല്ലിപ്പൊളിക്കൽ സമരം നടത്തിയതും മാണിക്കെതിരായിരുന്നില്ലേ? അപ്പൊ താങ്കൾ ഈ ബാബുവിന്റെയും താങ്കൾ ഈ ഉമ്മൻചാണ്ടിയുടെയും താങ്കൾ ഈ ബാക്കി എല്ലാവരുടെയും പേര് പറയും. മാണിയുടെ പേരോടെ പറ. കാര്യം അന്ന് മാണിയുടെ പേര് ഉണ്ടായിരുന്നില്ലേ ഒന്നാം പേരുകാരനായി മുസ്തഫ? അല്ല, നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇവിടെ അബിൻ വർക്കി ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ആർജവം ഉണ്ടെങ്കിൽ അത് പറയണം. ഇങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കരുത്. ഇവിടെ അന്വേഷണത്തിൽ നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് കേട്ടുകേൾവികൾ പറഞ്ഞാൽ കേട്ടുകേൾവികൾ തിരിച്ചും പറയേണ്ടി വരും. അതാണ് പറഞ്ഞത്. താങ്കൾ അതിന് പ്രകോപിതനാവേണ്ട. പ്രകോപിതനായി ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ മുസ്തഫയ്ക്ക് അതിന് മറുപടി പറയാനുള്ള അവകാശമുണ്ട്. മുസ്തഫ അതിന്റെ കൂടെ ഒറ്റ ചോദ്യം മറുപടി പറയാമോ? ഒറ്റ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതിന്റെ കൂടെ പറഞ്ഞോളൂ. അല്ല, അതിന്റെ കൂടെ ഒറ്റ മറുപടി താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഡ്രൈഡേ എന്ന് പറയുന്ന ദിവസത്തിൽ ഒറ്റ ദിവസമെങ്കിലും മനുഷ്യൻ കുടിക്കാതിരിക്കുന്ന സങ്കല്പത്തിൽ കൊണ്ടുവന്ന 1-ാം തീയതി അവധി അത് മാറ്റില്ല, വരാൻ പോകുന്ന മദ്യനയത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഈ 11 മുതൽ 11 വരെ എന്നുള്ള ആ സമയക്രമം 1 മണിക്കൂർ നീട്ടി 12 മണി വരെ ആക്കി കള്ള് കൂടുതൽ വിൽക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കില്ല അബ്കാരികൾക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ മുസ്തഫ?
ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ മാഷ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചതാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്ത് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. 2006-11 ശ്രീ PS ഗുരുദാസ് ശ്രീ അന്ന് എക്സൈസ് മന്ത്രി, ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉണ്ടായില്ല, ഒരാക്ഷേപവും കേൾക്കേണ്ടി വന്നില്ല. അന്നും ഈ പറയുന്ന ട്രേഡ് ഉണ്ട്, മറ്റു കാര്യങ്ങളുമുണ്ട്. ബാർ അസോസിയേഷൻകാർ ആവശ്യപ്പെട്ടു, മാറ്റിയില്ല. 2016 മുതൽ 8 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു. ഈ വർഷങ്ങളിലെല്ലാം ഓരോ മദ്യനയം ചർച്ച ചെയ്യുമ്പോഴും ബാർ ഉടമകൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ഇടതുപക്ഷം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അപ്പൊ വരാൻ പോകുന്ന മദ്യനയത്തിലും ഡ്രൈഡേ ഉണ്ടാവില്ല എന്ന് പരോക്ഷമായി പറയുകയാണ് മുസ്തഫ. അത് വളരെ വ്യക്തമാണ്. ശരി, നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് കാത്തിരുന്നാണ് എനിക്ക് ഇടവേള. സിആർ നീലകണ്ഠൻ 40 സെക്കൻഡ് നമുക്ക് സമയമുള്ളൂ, നമ്മൾ സമയം തരുന്നു. എങ്കിലും ഒരു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവരുടെ ഒരു ഗ്രൂപ്പിൽ വളരെ ആധികാരികമായി എന്തിനാണ് നമുക്ക് ഈ പണം പിരിക്കേണ്ടത്, ഇതാരൊക്കെ തന്നു, എത്ര നാൾക്കകം കിട്ടിയാൽ ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകും, അത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എന്താണ് എന്നൊരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഇടുന്നൊരു വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നത്. ആ സംഘടനയുടെ ആ ശബ്ദത്തിൻ്റെ ഉടമ ഞാനല്ലെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കൂടി ചെയ്യുമ്പോൾ അത് ആധികാരികം എന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ ആ സംഘടന. എന്തിനാണ് പിരിച്ചത്, അല്ലെങ്കിൽ ഇതല്ലാതെ മറ്റ് പിരിവ് നടന്നിട്ടുണ്ടോ എന്ന ഗുപ്ത സത്യം അറിയാനുള്ള അവകാശം കേരളത്തിന് യഥാർത്ഥത്തിലുണ്ടോ? സിആർ, കേരളത്തിന് അവകാശമൊക്കെ ഉണ്ട്, പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം വളരെ പരിമിതമാണ് കാശ്മീർ. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ അണ്ടർഹാൻഡ് ഡീലിംഗ് നടക്കുന്ന ഒരു കാര്യമാണ്. ആകസ്മികമായി ഒരു കൈത്തെറ്റ് കൊണ്ട് ഒരു സാധനം പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വരില്ല, ഇതൊക്കെ ഒരു കുമിള പോലെ പോവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും സംഘടിതവും പ്ലാൻഡുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതി, പ്രത്യേകിച്ച് മദ്യം പോലെയുള്ള വിഷയങ്ങളിൽ. അത് വളരെ കൃത്യമായി പ്ലാൻഡായി നടക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും അന്വേഷണ ഫലം ഉണ്ടാകും എന്ന് പ്രതീക്ഷയുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഇതിപ്പോൾ ഏത് ആധികാരികതയൊക്കെ ആയിരിക്കും, ആ സംഘടനയിൽ നിന്ന് അയാളെ പുറത്താക്കുകയോ എന്തായാലും സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഏത് സംഘടന അങ്ങനെയല്ലേ പറയുള്ളൂ. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരാൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞു, സംഘടന അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പുറത്തു വന്നു കഴിഞ്ഞാൽ അയാളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അയാളല്ല, ഞങ്ങളുടെ ആളല്ല എന്ന് പറയുകയോ ഞങ്ങളുടെ നയമല്ല എന്ന് പറയുക എല്ലാ പാർട്ടികളും സംഘടനകളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യം അതല്ലേ. അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ ഇപ്പോഴും മുസ്തഫ പറഞ്ഞതിൽ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. ഒരു കാരണവശാലും ഇത്തരമൊരു നയം മാറ്റം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഡ്രൈ ഡേ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒഴിവാക്കുമോ എന്ന് പുതിയ മദ്യനയം വരട്ടെ, അപ്പോഴറിയാം. എന്തായാലും ഒന്നാം ബാർ കോഴക്കാലം ഇതുപോലെ ശബ്ദരേഖയിൽ തുടങ്ങിയതാണ്, അതേപോലെ വികസിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.